9 ഘാതം എക്സ് മൈനസ് 3 സമം 27 ഘാതം 4 മൈനസ് എക്സ് ആയാൽ എക്സിൻ്റെ വില കാണുക. ഇത് 22/11/22 നടന്ന സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. നമുക്ക് 9 ഘാതം എക്സ് മൈനസ് 3 സമം 27 ഘാതം 4 മൈനസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമത്തിൻ്റെ ഇരുവശത്തും പാദസംഖ്യകൾ വ്യത്യസ്തമാണ്. സമത്തിൻ്റെ ഇരുവശത്തും പാദസംഖ്യകൾ, ഇവിടെ ബേസ് 9 ആണ്, ഇവിടെ ബേസ് 27 ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തുല്യപ്പെടുത്തണം കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന്. അപ്പോൾ ഈ 9 നമുക്ക് 3² എന്ന് എഴുതാം, 9 3² എന്ന് എഴുതാം, 27 3 ക്യൂബ് എന്ന് എഴുതാം, 27 3 ക്യൂബ്. അപ്പോൾ ഇപ്പോൾ രണ്ടിടത്തും ഇവിടെ 3 വരുന്നുണ്ട്. അപ്പോൾ 9 3² എന്ന് എഴുതി, എന്നിട്ട് അതിൻ്റെ കൃത്യംഗം എക്സ് മൈനസ് 3 എന്ന് എഴുതണം. അപ്പോൾ ഇതിന് 3² ഘാതം എക്സ് മൈനസ് 3. അതുപോലെ ഇവിടെ 27 3 ക്യൂബ് എന്ന് എഴുതി, അതിൻ്റെ കൃതി 4 മൈനസ് എക്സ്. നമുക്ക് ഇത് ഇടതുവശം നോക്കൂ, ഇത് ഏഘാതം എം ഹോൾ ഘാതം എൻ ഏഘാതം എം ഇൻറ്റു എൻ, ഈ കൃത്യംഗ നിയമം അനുസരിച്ച് ചെയ്യാം. ഏഘാതം എം ഹോൾ ഘാതം എൻ ഏഘാതം എം ഇൻറ്റു എൻ കൃതികൾ തമ്മിൽ കുളിച്ചു. അതുപോലെ 3 ഘാതം 2 ഹോൾ ഘാതം എക്സ് മൈനസ് 3 നമുക്ക് എന്തെഴുതാം, 3 ഘാതം ഈ കൃതികൾ തമ്മിൽ കുളിക്കുക, 2 ഇൻറ്റു എക്സ് മൈനസ് 3 സമം. ഇതുപോലെ വലതുവശത്ത് എന്ത് ചെയ്യാം, 3 ഘാതം കൃതികൾ തമ്മിൽ കുളിക്കുക, 3 ഇൻറ്റു 4 മൈനസ് എക്സ്. ഇപ്പം എന്തായി, ഇരുവശത്തും ബേസ് ഈക്വലായി, പാദസംഖ്യകൾ തുല്യമായി. പാദസംഖ്യകൾ തുല്യമെങ്കിൽ കൃത്യംഗങ്ങളും തുല്യമായിരിക്കും. ബേസ് ഈക്വൽ ആണെങ്കിൽ എക്സ്പൊണൻസും ഈക്വൽ. അപ്പോൾ ഇവിടുത്തെ എക്സ്പൊണൻ്റ് എന്താ, 2 ഇൻറ്റു എക്സ് മൈനസ് 3 സമം ഇവിടുത്തെ എക്സ്പൊണൻ്റോ 3 ഇൻറ്റു 4 മൈനസ് എക്സ്. 2 കൊണ്ട് 2 ഗുണിക്കുക, 2 കൊണ്ട് 2 ഗുണിക്കുക, 2 ഇൻറ്റു എക്സ് 2x, 2 ഇൻറ്റു -3 -6. അപ്പോൾ ഇവിടെ എന്ത് വരും, 2x - 6 സമം. അതുപോലെ വലതുവശം 3 ഇൻറ്റു 4 12, 3 ഇൻറ്റു -x -3x. ഇനി എക്സ് ഒക്കെ സമത്തിൻ്റെ ഒരു വശത്തും സംഖ്യകൾ മറുവശത്തും, എക്സ് സമത്തിൻ്റെ ഒരു വശത്ത് സംഖ്യകൾ മറുവശത്ത്. അപ്പോൾ ഇവിടെ 2x ഉണ്ട്, -3x ഇങ്ങോട്ട് എഴുതി, +3x. അപ്പോൾ 2x + 3x സമം. വലതുവശത്ത് 12 ഉണ്ട്, ഇടതുവശത്ത് -6 അങ്ങോട്ട് എഴുതുമ്പോൾ +6. 2x + 3x കൂട്ടിയാൽ 5x സമം 12 6 കൂട്ടിയാൽ 18. 5x സമം 18 ആണ്, x സമം 18/5.